ഹായ് ഫോക്സ്, അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ ലൊക്കേഷൻ എവിടെയാണ്? മാമലക്കണ്ടം. യെസ്. സോ നമ്മൾ മാമലക്കണ്ടം പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് ഒക്കെ പോയതിൻ്റെ വീഡിയോ കണ്ടു. ഇപ്രാവശ്യം നമ്മൾ മാമലക്കണ്ടാണ് പോണേ. ഇപ്രാവശ്യം ബൈക്ക് എടുത്തിട്ടില്ല ശിവയ്ക്ക് ബൈക്ക് പേടിയാന്ന് പറഞ്ഞു. അതായത് ശിവ ദിസ് ടൈം ഈസ് നോട്ട് ഗെറ്റിംഗ് ഹിസ് ബൈക്ക്. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മാമലക്കണ്ടം പോയി ജസ്റ്റ് കോയിനിപ്പാറ അടിക്കും, എന്നിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ കാണാം. സോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെ എത്തി? മൂവാറ്റുപുഴ ആകുന്നു. നല്ല മഴയുണ്ട്. ജീപ്പ് കൊണ്ട് കയറുമ്പോൾ എങ്ങനെയാവും, ചെളിയിൽ കുടുങ്ങോ ഇല്ലെന്ന് നമുക്കറിയില്ല അല്ലേ. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പക്ഷെ ഞങ്ങൾ ചെളിയിൽ മുങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിക്കറൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയേക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോഗ്രാഫർ ആരാന്ന് അറിയോ? ശിവ. ക്യാമറമാൻ ശിവ. പിന്നെ 2 പേരും കൂടി ഉണ്ട് വണ്ടി തള്ളാനും പിടിക്കാനും. എന്ത് വന്നാലും ഇന്നൊരു കുഴപ്പമില്ല, കാരണം ഷിനോജേട്ടൻ കൂടെ ഉണ്ട്. അതെ, വണ്ടി എടുത്തു വെക്കുന്നതായിരിക്കും. ഞങ്ങൾ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. പൊതുവേ ഞങ്ങൾ രാവിലെയാണ് പോവാറ് ഓഫ് റോഡിന്. ഞങ്ങൾ എവിടെയെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇറങ്ങി വരാം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ബൈക്ക് പണി വെച്ചിച്ച് അങ്ങനെ എന്തെങ്കിലും പണി വന്നാൽ പൊതുവെ തിരിച്ചെത്താൻ വൈകും എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് പോകുന്നത്. പ്രാവശ്യം അതൊന്നുമില്ല. വൈകുന്നേരം ഇപ്പൊ ജീപ്പുള്ളൂ, ബൈക്കില്ല. കയറി ഇറങ്ങുമായിരിക്കും അല്ലേ. മഴ മാത്രമേ എനിക്ക് ടെൻഷനുള്ളൂ. ഇത് 2 വീലർ ഡ്രൈവിലാന്ന് ഞാൻ മൂത്രമൊക്കെയാന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. Oh, I can see elephants. Where? Imagine. We'll go back. ഇവിടെ എന്താണ് പരിപാടി? എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഓഫ് റോഡ് ഉണ്ടപ്പോഴത്തേക്ക് കയറിയതായിരിക്കും, ചുമ്മാ കാണാൻ. ഇതൊക്കെ റെക്കോർഡ് ആവുമല്ലോ, അതാണ് ഈ താരത്തിന്റെ പ്രശ്നം. It is recording. ഇതൊന്നും എടുത്ത് ഇടരുത് കേട്ടോ എന്റെ പൊന്നടവേ. Dance and the skills. ഇത് ജീപ്പിന്റെ സ്കില്ല്. കൊള്ളാം. സോ ഗൈസ്, നമ്മള് ഫോറസ്റ്റിൽ ശരിക്കും പറഞ്ഞ എൻട്രി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ കുറച്ച് പോയി കഴിഞ്ഞിട്ട് നമുക്കൊരു ലെഫ്റ്റ് എടുക്കാനുണ്ട്. അവിടുന്ന് തൊട്ട് ഡീപ്പ് ഫോറസ്റ്റ് ആണ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ലെഫ്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഗൈസ്, ഇതാണ് ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുക. അത്യാവശ്യം ഇച്ചിരി കട്ടിയുള്ള വഴിയാണ്. കാറിലൊക്കെ പോകാനാണെങ്കിൽ സൂക്ഷിച്ചാണ് ഓടിക്കാനായിട്ട്. എപ്പോഴാണെങ്കിലും എലിഫൻസിനെ നമുക്ക് എൻകൗണ്ടർ ചെയ്യാനുള്ള ചാൻസസ് ഉള്ള റോഡാണ്. സൈഡ് കൊടുക്കാനും പിടിക്കാനും ഒന്നും പറ്റില്ല. ഇത്രേ ഉള്ളൂ വഴി, ഇത്രേ ഉള്ളൂ വീതി. ഫുൾ ഇത് തന്നെയാ. ഇതില് ബസ് റൂട്ട് ഉണ്ട് കേട്ടോ. KSRTC ഇടയ്ക്ക് കയറി പോകുന്നുണ്ട് ഇതില്. KSRTC മാമലക്കണ്ടം പോകുന്ന KSRTC ഇതിൽ കയറുന്നുണ്ട്. വിനോദയാത്രയുടെ വണ്ടികൾ വരുന്നുണ്ട് KSRTCയുടെ. ഇതാണ് വഴി. കണ്ടോ, ഒരു നോർമൽ കാറൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അടി തട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് അല്ലേ. നോക്കി കിടക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അതിലിറക്കി പോകാം. നമ്മളാണെങ്കിൽ റൂട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇവിടേക്ക് എങ്ങനെ ഈസി ആയിട്ട് വരണമെന്നുള്ളത്. ഇത് ബേസിക്കലി നമ്മൾ കൊച്ചിയിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ കുട്ടമ്പുഴ മാപ്പ് ഇടുക. കുട്ടമ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ കുട്ടമ്പുഴ ജംഗ്ഷൻ കഴിയുമ്പോൾ നേരെ റൈറ്റ് കയറിയ മേ ബി ഒരു 2 to 3 കിലോമീറ്റേഴ്സ് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ കണ്ടേ ബസ് സ്റ്റോപ്പ് എത്തും. അവിടുന്ന് ലെഫ്റ്റ്. പിന്നെ ഒരു വഴി കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് കാറിലൊക്കെ വരാനാണെന്നുണ്ടെങ്കിൽ, നല്ല വഴി വേണമെന്നുണ്ടെങ്കിൽ ഇരുമ്പുപാലത്തിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുക. ഇരുമ്പുപാലത്തിൽ നിന്ന് 6 മൈലിൽ നിന്ന് ലെഫ്റ്റ് എടുത്താൽ നേരെ നിങ്ങൾക്ക് മാമലക്കണ്ടം കയറാം. കുറച്ചു ദൂരം കയറാൻ പറ്റുള്ളൂ. നല്ല റോഡ് കിട്ടുന്നിടം വരെ. നല്ല റോഡ് ഇല്ലല്ലോ ഇനി. ഫുൾ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തേക്കുന്നുണ്ടോ? ഇതാണ് ലീഫിന്റെ സൗണ്ട്.
ഒരു പ്രശ്നമാണ്, ആന വന്നാൽ നമുക്ക് ഓടാൻ സ്ഥലമില്ല. അതെ, വണ്ടിയിട്ട് വളച്ചു പോകാൻ ഒന്നിനും പറ്റില്ല. വന്നാൽ നമ്മൾ നിർത്തുക എന്നല്ലാണ്ട് ഒരു ഓപ്ഷൻ ഇല്ല. പാലം വരുമ്പോൾ അടിപൊളിയായിരുന്നു. ഇവിടെ കയറുന്നവർ മാക്സിമം ഹോൺ അടിച്ച് കയറുക. കാരണം വെച്ചാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇപ്പം ജീപ്പ് പോലത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ അവർ ഇറക്കി തരും. പൊതുവേ ജീപ്പാരെ വരുന്നെങ്കിൽ അവർ ഇറക്കി തരും. കാറുകാർക്ക് അവർ അങ്ങനെ മാക്സിമം സ്ഥലം ഒതുക്കി തരും. നമ്മളും പോകുമ്പോൾ നമ്മൾ മാക്സിമം ഒതുക്കി കൊടുക്കാൻ പറ്റുന്നിടത്ത് ഒതുക്കി കൊടുക്കുക അല്ലേ? എക്സാക്ട്ലി. അതേ ആനക്കട്ട കിടക്കണം. പിന്നെ ഈ വഴിയിൽ ഇഷ്ടം പോലെയാണ്. ഇവിടെ നിർത്താൻ പറഞ്ഞത് നമുക്ക് ഈ പാറപ്പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടി ആരെങ്കിലും കൈമോ കഴുകി അപ്പം ചെയ്യുക. Parking, I thought you were going there. അനുവാദമില്ലല്ലോ. ഇല്ലില്ല. അപ്പം ഇത് ഈ റൂട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് വണ്ടി വരുന്നത്. കണ്ടോ, ചാടി വെള്ളത്തിൽ ചാടി മറിച്ച് ഇങ്ങനെ കുറച്ച് പണ്ട് കോൺക്രീറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നൊരു 8-9 വർഷം മുമ്പെയാണ് ഈ റൂട്ട് കോൺക്രീറ്റ് ചെയ്തത്. അതിന് മുമ്പ് കോൺക്രീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ കോൺക്രീറ്റ് ചെയ്തിപ്പോൾ അടിപൊളിയായി. ഇവിടെയൊക്കെ നല്ല രാത്രിക്ക് മിക്കവാറും ആന ഇറങ്ങുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ. ഇത് അവിടെ ചെറിയ അരുവിയുണ്ടോ? ഈ അരുവിയിൽ ആന വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങാറുണ്ട്. ഞങ്ങൾ മിക്കവാറും വരുമ്പോൾ ഈ ഒരു ഏരിയ, ഈ പരിസരത്ത് ഞങ്ങൾ ആനകളെ സ്പോട്ട് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം ഇച്ചിരി തിരക്ക് കൂടിയിട്ടുണ്ട്. തിരക്കിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും. യെസ്, ഇതാണ് അവസ്ഥ. ഫോട്ടോക്ക് നിർത്തി കൊടുത്ത്. ഓ, നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. ഒന്നും പറയാനില്ല, ഭീകര ക്ലൈമറ്റ്. ഇനി നല്ല മഴയായിരിക്കും. ഓഫ് റോഡ് വരുമ്പോൾ എന്തൊക്കെയായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയില്ല. കോട കയറുന്നുണ്ടോടാ? കോട നോക്കി. ഓ നൈസ്. ഇങ്ങനെയൊക്കെയാണ് നല്ല രസമുണ്ടല്ലേ. ഇവിടെ നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റൗ ഒക്കെ ഉണ്ട്, ചായയൊക്കെ വെച്ച് നമ്മുടെ സ്റ്റൗവ് നെക്സ്റ്റ് ടൈം സ്റ്റൗ സെറ്റ്. യെസ്, നെക്സ്റ്റ് ടൈം ശിവ ബൈക്ക് കൊണ്ടുവരുന്ന പറഞ്ഞേക്കുന്നത്. ശിവ വിൽ ഗെറ്റ് ഹിസ് അഡ്വഞ്ചർ ബൈക്ക് അല്ലേ? Yeah. With tent. Yeah. അയ്യോ, ലൈറ്റ് അടിക്കാൻ ഇറക്കിക്കൊണ്ട് വരാം. കയറി വരുന്ന വണ്ടിക്ക് വേണ്ട പ്രയോറിറ്റി എപ്പോഴും കൊടുക്കാനായിട്ട്. അത് അവന് പിന്നീട് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവൻ താഴെ ഇറക്കിയത്. കാരണം കേരള വണ്ടിക്കാണ് വലിയ പ്രമുഖ. നല്ല കോടയുണ്ട് കേട്ടോ പുറത്ത്. അതെ, കോട കയറി. എത്രമാത്രം ക്യാമറയിൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സംഗതി നല്ല കോടയുണ്ട്.